ഈ ഓസ്കാറായിട്ടും ചത്തെന്ന് വിചാരിക്കണ്ട. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കടയിൽ പോണ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒപ്പം 2 കുട്ടികളും കൂടി ഉണ്ട്. ഒന്ന് ഫഹദ്, പിന്നെ ഒന്ന് സിനാൻ പറഞ്ഞാൽ നീല മാസ്ക് ഇട്ട് കേട്ടോ, മറ്റേത് ഫഹദ്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ടൈം ലാപ്സിലാണ് എടുക്കുന്നത്. ഞാൻ ഈ വീഡിയോ വല്ലാണ്ട് ലാർജ് ആക്കണില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് ആക്കാം. ഞാൻ ചില ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ, എല്ലാ ഭാഗവും ഞാൻ എടുക്കണില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കുണ്ടയാർ പാലം. ഇവിടെ ഇപ്പോൾ തോന്നുന്ന ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയാണ് ഇവിടെ പല വീശാൻ വേണ്ടി വന്നിക്കാണ്. അപ്പം ഞാൻ വോയിസ് പിന്നെ കൊടുക്കണത്, കാരണം റോഡിൻ്റെ അവിടെ ആകുമ്പോൾ വോയിസ് അതുപോലെ കൊടുക്കാൻ പറ്റിയില്ല. അത് സൗണ്ട് വേറെ സൗണ്ടൊക്കെ ആയി കാരണം. അപ്പോൾ മറ്റുള്ള ശബ്ദങ്ങൾ ഇതിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. സോറി, എനിക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എല്ലാവരുടെ അടുത്തും വിട്ടുനിന്നിട്ടാണ് ഞാൻ വോയിസിന് പറയണത് തന്നെ. അപ്പോൾ ഇപ്പോൾ നമ്മളവിടെ കണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ വല വീശാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു വീശണില്ല. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡ് നോക്കി, ഇവിടെയാണെങ്കിൽ ആകെ ഈ ചണ്ടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇവിടെ ഒന്നും വീശാനൊന്നും പറ്റണില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു നോക്കുമ്പോൾ പറഞ്ഞു അവിടെ ചണ്ടിയുള്ള കാരണം ചണ്ടി കുടുങ്ങാണ്. ഇവിടെ 2-3 താറാക്കുട്ടന്മാരുണ്ട്. ഈ വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക തോന്നുന്നു കേട്ടോ. ഇനി ഇവിടെ നിന്നാണ്ട് പോകണമാണോ, അത് ക്ലിയർ അല്ല. എന്താണ് സ്ഥലം. അപ്പോൾ അവിടെ വീശിയുണ്ട് പറഞ്ഞപ്പോൾ ചെന്ന് നോക്കിയോ, അപ്പോഴും പിന്നെയും ഞാൻ സസ്യായി, കാരണം അയാൾ വീശണില്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാണ്. അവിടെ നിന്ന് നേരെ വിട്ടു. ഇവിടെ എന്താ പറയുക, നല്ല ആമ്പലുകളൊക്കെ ഉണ്ട് കേട്ടോ. എവിടെയൊക്കെ ആമ്പൽ കുറേ ഉണ്ട്. ഇവിടെ ഇറങ്ങിനോട് തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ കട. ഇത് മാങ്ങാട്ടൂര് പോണ റോഡാട്ടോ. ഇത് കുണ്ടയാറിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്, കുണ്ടയാർ പാലം കഴിഞ്ഞിട്ട് വരുന്ന റോഡാണ് മാങ്ങാട്ടൂർക്ക്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ കട വരുന്നത്. ഇത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ പാടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇനി നമുക്ക് കടയിൽ കയറി നോക്കാം. ഇത് സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നമുക്കൊന്ന് എങ്ങനെയാണെന്ന് കേൾക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ റോട്ടിൽ നിന്നാണ് ഇപ്പോൾ പറയണത്. ഞാൻ ഉള്ളിൽ കയറി നോക്കാം. എന്താണ് ഇത്, ഏഞ്ചൽ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് നമ്മളെ അതിൽ കാണാനുണ്ട് അക്വറിയത്തിൻ്റെ അവിടെ. ഇതിന് പെയർ വരുന്നത് 80 രൂപയാണ്. ഇത് 2 ഉള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ സാധനം തന്നെ, സെയിം സാധനം, പക്ഷേ ചെറുതാണ്, കുറച്ച് ചെറുതാണ്. ഇതിനെല്ലാട്ടും കുറച്ച് ചെറുതാണ്. ഇതിന് 60 രൂപ വരുന്നത്. ഇതിലാരുമില്ല. ഇതിൽ ഗപ്പി, മിക്സ്ഡ് ഗപ്പി. ഒരു പായൽ ഇതിന് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഉണ്ടാവണ്ടാണോ, ഇതിൽ പാറ്റിട്ടുണ്ട് കേട്ടോ. ആണോ, ശ്രദ്ധിച്ചോ. ഇത് പെയർ വരുന്നത് 40 പിന്നെ ഇതിൻ്റെ പേരെന്താന്ന് ചോദിച്ചത്, വീഡോ. ഇവിടെ പെയർ 40. കാണാൻ രസമുണ്ടല്ലേ. വൈറ്റിനാണ് ഇഷ്ടം. ഗ്ലാസ് ഫിഷ് പോലെ. അത് ഒരെണ്ണം കൂടി ഉണ്ട്. അതാ നെട്ടറിൻ്റെ പോലെ. ഇതാണ് നമ്മുടെ ഷോർട്ട് ടൈൽ. ലോങ് ടൈൽ, ഷോർട്ട് ടൈൽ എന്ന് പറയും. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഫീമെയിലല്ല പ്രത്യേകത, അതിൻ്റെ മെയിലാണ് പ്രത്യേകത. മെയിൽ അതിൻ്റെ ബാക്കിലുണ്ടാവും വലിയൊരു വാല് പോലെ, ഒരു മൊന കണ്ടോ. ഇത് പെയർ 80.
ഇത് ഗോൾഡ് ഫിഷ് തുണക്കാവില്ല പാവം. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആരുമില്ല, ഇവിടെയും ആരുമില്ല, ഇവിടെയും കേട്ടോ. സംഭവം സ്റ്റാൻഡ് പൊളിയുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ്. ഇവിടെ ഒന്നും മീനില്ല. മീനൊക്കെ ഇതിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാർ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, അതിനെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിലും ആരുമില്ല. ഇത് HB ബ്ലൂ. ഇവിടെ ബ്ലാക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതോ ഇവിടെ ബ്ലാക്ക് എന്ന് എഴുതിയിരിക്കുന്നത്. കാണാമല്ലോ. അതാ ബ്ലാക്ക്. 180 ഫെയർ. സംഭവം അടിപൊളിയാണ്. ഇതിൻ്റെ പേര് ഇവിടെ എഴുതിയില്ല. ഫെയർ 120. യെല്ലോ ടാക്സി. ഇവർ അവിടെ ഇവിടെയായിട്ട് പേര് എഴുതുന്നു. അവിടെ ഒന്ന് ഇവിടെ ഉണ്ട്. 120 ഫെയർ. ഇത് റെഡ് ടാക്സി 160. ഇത് ഗപ്പി. ഇത് എന്ത് ഗപ്പി? ഇത് ഏതാണ് ഗപ്പി സിനാൻ? മിക്സഡ്. ഇത് എത്ര രൂപ? 80. മിക്സഡ് തന്നെ 80 ആവാൻ ചാൻസ് ഇല്ല മിക്സഡ് ആവുമ്പോൾ. ഇതോ മിക്സഡ്. അപ്പോൾ ഇതെന്താ റേറ്റ് എന്താ വരുന്നത്? 80. സുബ്ഹാനല്ലാ, ഇത് തട്ടിപ്പാ. ഇത് 80 രൂപയാണ് പെയർ മിക്സഡ് കിട്ടി. ഇതിൽ ഒന്നുമില്ല, ഇതിൽ എടാ സിനാൻ ഇതിൻ്റെ പേരെന്താ? ഏത് മീനി? ഇത് മോളി. പക്ഷെ കണ്ടാൽ തോന്നില്ല. ഒന്നുള്ളൂ 40 പെയർ. അപ്പോൾ ഓരോരുത്തർ 20. അത് ഒരെണ്ണം ചത്തല് തുണക്കാരൻ ചത്തിട്ട്. ഇത് നമ്മൾ നേരത്തെ അവിടെ കണ്ടതന്നെ സോട്ടയിൽ. അതിൻ്റെടാ ഇതല്ലേ സോട്ടയിലല്ലേ? ഇത് സോഡ്. ഷോട്ടയില് തന്നെ. അങ്ങനെ സോഡെന്നും പറയും. ഇത് അതേ വില തന്നെയാണ്. ഇത് വൈറ്റ് ടാക്സിയുടെ മിക്സ് ആയിട്ട് എല്ലാ റേറ്റ്. യെല്ലോ ടാക്സിലോ 130. ഇത് ചെറുങ്ങനെ മിക്സഡും തോന്നുന്നു, വെള്ള കറിയില്ല. അടുത്ത് ഇതല്ലോ ജർമ്മൻ റെഡ്. അല്ല മിക്സഡാണ്. അതെ ജർമ്മൻ റെഡോടോ എല്ലാടെ ഇത് ഇൻ്റെ അടുത്ത് ഉണ്ടല്ലോ. ആയിക്കോട്ടെ, ജർമ്മൻ റെഡ് അല്ല ഇത് ജർമ്മൻ റെഡ് അല്ല, അത് മിക്സഡാണ്. ഓൻ പറയണാണ് എല്ലാം. ഇതിനെന്താ വില ചേച്ചിയാ? 80. സുബ്ഹാനല്ലാഹ്. ഇത് ചിലതിന് വില കൂടുതലും ചിലതിന് വില കുറവാട്ടോ. പല റേറ്റാണ്. ഇത് 40. ഇതിൻ്റെ പേര് ഇവിടെ എവിടെയും കാണാനില്ല. അതിൻ്റെ ഗ്രീൻ സീബ്ര. ഗ്രീൻ സീബ്ര കിട്ടി. പക്ഷെ ഇതിൻ്റെ ഇവിടെ എവിടെയെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വായിച്ചിട്ടുണ്ടാക്കിക്കൊള്ളിട്ടോ. കാരണം ഇവിടെ എവിടെയും പേര് ചെയ്തില്ല, വില മാത്രമേ എഴുതിയിട്ടുള്ളൂ 40. പിന്നെ ഇവിടെ ഒന്നുമില്ല. ഇനി ഇതോ ഇപ്പോഴാണ് നമ്മളിവിടെ ശ്രദ്ധിച്ചത്. ഇവിടെ ഒരു അക്വേറിയം പാവം മാറാതെ അടിച്ചു പോയിരുന്നു. ഇവിടെ ഫിൽറ്റർ അടിപൊളി കേട്ടോ. ഫിൽറ്റർ അടിപൊളിയാണ്. ഇനി നമുക്കിതിൻ്റെ വില ഒക്കെ നോക്കാം. ഇതൊക്കെ നോക്കി വേട്ടെ. ഇതതിൻ്റെ മരുന്നുകളിലുള്ള ലിക്വിഡ് അതന്നെയല്ലേ? ഇതാ തന്നെയാണ്. ഇത് റോയലിൻ്റെ തീറ്റ. ഇത് 50 രൂപ കേട്ടോ. ഒരെണ്ണത്തിന് 50 രൂപ റോയലിന്. പിന്നെ ഇത് മോട്ടർ വരില്ല 170 ഇതിൽ എഴുതിക്കുന്നത്. ഇതിന് വില എന്താ ചേച്ചിയാ? 170. പിന്നെ ഇതിനെന്താ വേറെന്തോ മെഡിസിനാണ്. അതിനെക്കുറിച്ചൊന്നും നമുക്ക് വല്ലാണ്ട് പിടുത്തമില്ല. റോയൽ തന്നെയാണ്. ഫൈറ്ററിൻ്റെ തന്നെ തീറ്റ ഉള്ളൂ റോയലിൽ. ഗപ്പിയുടെ ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കഴിഞ്ഞാണ്. പിന്നെ ഇതെന്താ അത് വേറെ എന്തൊക്കെ സാധനങ്ങളാണ്. ഇവിടെ വേറെ എന്തൊക്കെ ബെൽറ്റ് ഉണ്ട്. നല്ല ബെൽറ്റ്. എന്തിൻ്റെ അറിയില്ല. ഇത് സ്റ്റോണുകളൊക്കെ നല്ല സ്റ്റോണുകളുണ്ട്. അടിപൊളി സ്റ്റോണാണ്. ഇവർ ഈ സ്റ്റോൺ തന്നെ യൂസ് ചെയ്യുന്നുണ്ടോ? സ്റ്റോൺ ഇവർ യൂസ് ചെയ്ത് ഞാൻ കാണിച്ചത്. ഇതവർ ആ സ്റ്റോൺ തന്നെ സെയിം സ്റ്റോൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്.
ഇതാ ആ ഞാൻ പറഞ്ഞ ഫിൽറ്റർ ഇതാ ഇതാ ഇത്. പിന്നെ ഇത് വേറെ എന്തൊക്കെ കണക്ട് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ട്. അതിന് കുറച്ചിക്ക് വല്ലാണ്ട് കൊടുത്തില്ല. പിന്നെ ഇത് അക്കോറി വൃത്തിയാക്കുക. ഇത് സിമ്പിളാണ്. ഇങ്ങനെ 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 വൃത്തിയാക്കുക. നമുക്ക് ഇതിന് ഇവിടുന്ന് തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ആക്കിയാൽ വൃത്തിയാക്കിട്ടുണ്ട്. മറ്റേ നമ്മളിങ്ങനെ കൈയിട്ടിട്ടും ഇളക്കുമ്പോൾ കൈ ഇവിടെ വേനിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്. ഇത് അതേപോലെ തന്നെ ഇതെന്താ വല പല മോഡലുണ്ട്. പിന്നെ ചെടികൾ പിന്നെ വിലയൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ചേച്ചി പോയിട്ടാണ്. ചേച്ചി ഇവിടെ ഇല്ല. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ അങ്ങോട്ട് ഇപ്പോൾ പോവാം. ഇത് പല നല്ല ഹൈറ്റിലും നല്ല മോഡലിൽ വരുന്ന ചെടികൾ. ഇതിന് 30 രൂപ. ഇതിന് 30. ഇതിന് 30. പിന്നെ അടുത്ത് നോക്കാം. ഇതൊക്കെ ഞാൻ തന്നെ വീഡിയോ എടുക്കണേ. ഒറ്റ കൈയ്യിട്ടെല്ലാം ചെയ്യുന്നു. ഇതെന്ത് 200 രൂപയാണ് ഇതിൽ എഴുതി കാണിക്കണം കേട്ടോ. 180 എന്ന് പറയുന്നുണ്ട് ഇതിമേ. എന്തൊക്കെ പല റേറ്റ് ആയി ഓർക്കന്നെ മനസ്സിലാവുള്ളൂ. കുറേ ചെടികളുണ്ട്, കുറേ ഉണ്ട്. പിന്നെ ഇതാ ചെറുത് ഇതടിപൊളി, അതൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ ഇത് ഫൈറ്ററിന് ആക്കാനുള്ള ക്ലാസ്. ഇത് കല്ലിൻ്റെ സാധനങ്ങളുണ്ട്. പല സൈസിൽ പല കളറിൽ പല മോഡലിലും പല കല്ലുകളും വരുന്നുണ്ട് കേട്ടോ. ഇത് മണൽ, വൈറ്റ് മണൽ. ഇതെന്താ വില ചേച്ചി? ഇത് കിലോനാണ് വില. ഇത് എത്ര ഉള്ളു? ഇത് 35 കാണിക്കണത്. അത് എത്രയാണുള്ളതെന്ന് അറിയില്ല. പിന്നെ അതിൻ്റെ ബ്ലാക്ക് വരുന്നുണ്ട് 60. ഇത് എത്ര കിലോനാണെന്ന് അറിയില്ല കേട്ടോ. ഗ്രാം ഉണ്ടാവുള്ളൂ. അറിയില്ല. അത് വേറെ കാക്കിയാണ് പാക്ക് ചെയ്തത്. അന്ന് ഞാൻ ഉണ്ടായിരുന്നു ഇവിടെ. ഇത് കല്ല്. ഇപ്പം ഇവിടെ നിന്നിട്ട് എന്തൊക്കെയാണ് എടുത്തോണ്ട് വരുന്നത്. അടിച്ചു മാറ്റിയുണ്ട്. പക്ഷേ ക്യാമറ ഉള്ള കാരണം കൊടുക്കും. അത് വേറെ കാര്യം. ഇവിടെ എന്താണ് ഫിൽറ്ററിൻ്റെ പൈപ്പ് മേടിക്കുമ്പോൾ ഇത് മോട്ടർ, വലിയ മോട്ടറുണ്ട്. പക്ഷെ ഇത് കാലിയാണ്. ആ മോട്ടറാണ് അടിക്കുന്ന മോട്ടർ. ഇതിക്കൊക്കെ പമ്പ് ചെയ്യാനുള്ള. ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് ഇതിലിതാ ഈ ഓസ്കാർ ചത്തില്ല. ആരും പേടിക്കണ്ട. തപ്പട് കിട്ടുമോ നിൽക്കടാ. ഒരു ഉച്ചമയക്കത്തിലാണ്. അപ്പോൾ ഇതിനെ ഞങ്ങൾ മേടിച്ചിട്ടാ ഈ ഓസ്കാറിനെ. ഇനി ഓനായിട്ട് ഒറ്റയ്ക്ക് പാവ മേടിക്കണ്ട. അതിന് ഞങ്ങൾ മേടിച്ചു. ഇതിന് ഞങ്ങൾ മേടിക്കട്ടെ ഈ ഓസ്കാറിന്. ഇവിടെ സെറ്റ് ചെയ്ത അക്വറിയാണ് സെറ്റപ്പെട്ട. ഈ അക്വറിയം സെയിലാണ്. ഇതെന്താ വില? ഇത് സെയിലല്ലേ? ഏതാ? ഇത് ലാഭ 450, 500. ഇതൊക്കെ ഈ 3 മുക്കാളാണ്. അത് നമുക്ക് തെറ്റും. ഇവിടെ ബൗളുകൾ ഇവിടെ ഒക്കെ കുറേ സംഭവങ്ങളൊക്കെ കഴിഞ്ഞാൽ കേട്ടോ. ഇനിയിപ്പോൾ അവർ കൊണ്ടണം. അതിനെ എടുക്കാൻ വേണ്ടി ചേച്ചി പോവുകയാണ് കേട്ടോ. ചേച്ചി പോകും. ഇനി ഇതാണ് നമ്മുടെ ഉസ്മാൻകുട്ടി. ഇവരാണ് നേരത്തെ വീഡിയോ എടുക്കുമ്പോൾ സൗണ്ട് ഉണ്ടാക്കിയത്. ഇവരെ പേരെന്താണ്? വിഗോവ. വിഗോവ. ഇവർ ഒരാൾ ഇവിടെ നിന്ന് കുളിക്കണ്ടേ. അവിടെ ഇത് റേറ്റ് വരുന്നത് 400. ചേച്ചി ഇത് പേരല്ലേ? 400 രണ്ടെണ്ണത്തിനല്ലേ? അപ്പോൾ ഒരെണ്ണത്തിന് 200. സോറി ഇക്ക് തെറ്റിയാ. ഒരെണ്ണം 400. അടിപൊളി കേട്ടോ. വൃത്തിയുണ്ടെന്ന് പറയാൻ പറ്റില്ല. കുറച്ചൊക്കെ ഇവിടെ എന്തൊക്കെ ചെടിച്ചട്ടി എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് വല്ലാണ്ട് പോകുന്നില്ല. ഇനി അടുത്ത ഐറ്റം ഇതാരാ? കോഴിക്കുട്ടി. കൊത്തറ
കൊത്തറ കൊത്തറ ഔ കൊത്തിട്ടാ ഈ കുരങ്ങനെ കൊത്തി ഇവനെ കൊത്തി ഇതെന്താ റേറ്റ് വെച്ചോക്ക് ഇതെന്താ റേറ്റ് 150 എത്ര ഒന്നിനാ 150 നാടനാ അറിയില്ല കേട്ടോ ഇവനക്ക് തൂക്കുണ്ട് അതന്നെ ഇതിന് തൂക്കുണ്ട് ഈ ആൾക്ക് തൂക്കുണ്ട് ഇവനക്ക് ഇവനെ കൊത്തി ഇവന് കുറച്ച് അഹങ്കാരം കൂടുതലാണ് പിന്നെ ഇതാ അടുത്ത ആൾക്കാർ ഇതാണ് ഷിയാസ് ഇത് ചേക്കോയി കൊത്തണടാ ഇതിൻ്റെ റേറ്റ് എന്താ ആ ഇനി നിങ്ങൾ വരിക ചോദിക്കുക വേണ്ടവർ ചോദിക്കുക ആ പ്രാവ് ഈ സാധനത്തിന് നല്ല ഇഷ്ടം പ്രാവ് ചേച്ചി ഇത് എന്തല്ല 1800 ബോട്ടിലാട്ടോ കണ്ട അതിൻ്റെ ബൂട്ട് നോക്കി ശ്രദ്ധിച്ച് നോക്കും നല്ല ബൂട്ടുണ്ട് ഇത് ഇതിൻ്റെ പേരെന്താ പേരറിയില്ല ഓക്കെ തീറ്റുണ്ട് വെള്ളം ഇതാ സംഭവം ഈ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് നമുക്ക് അതിൻ്റെ അറ്റത്ത് കാണിച്ച ഇതാ അടുത്ത ചേക്കോയി അതിൻ്റെ പെടക്കോയും ഉണ്ട് കണ്ടോ പെടക്കോയും ചേക്കോയും തമ്മിൽ ഇതാ അടുത്ത ആൾക്കാർ പാവം അതിൻ്റെ അണ്ണാക്കിൽ എന്തോ കുടുങ്ങിയുണ്ട് മുള്ളൊടുങ്ങി തോന്നുന്നു ഇതാ അടുത്ത ചേക്കോയി ഭയങ്കരനാ എന്നാടാ ചേക്കോയ എന്നാ അന്ന് കൊത്തിക്കടാ എന്നാ ഇവർ ഭയങ്കര ആളുണ്ടാളും അടിയാ തോന്നുന്നു കേട്ടോ ഇനി അടുത്ത ആളുണ്ട് പോയാൽ അടുത്ത ചേക്കോയും പടക്കോയും ആ ഇവരൊക്കെ ടിൻസാ തോന്നുന്നു ഇരട്ടാ തോന്നുന്നു ഒരേപോലെ ഉണ്ട് നിൽക്കേ ഇതാ അടുത്ത ആൾക്കാർ അടുത്ത ചേക്കോയി പടക്കോയി ഇത് ബാക്കിൽ ആ ഡാർപ്പായിട്ട് കാരണം അറിയില്ല കേട്ടോ ആ ഇവിടെ വേറെ ആൾക്കാരുണ്ട് അത് ഞാൻ മറന്നു എന്താ ലവ് ബേർഡ്സ് ഇതിനെന്താ വില ചട്ടി എടുക്കും 450 1800 ബൂട്ട് നോക്കടാ കണ്ടോ നല്ല ബൂട്ട് അറിയില്ല അതിനെ പറഞ്ഞില്ല അവൻ നല്ല കൊത്തുണ്ട് ഈ കോഴി ഭയങ്കര സാധനം കേട്ടോ ചാട് ഇത് ലവ് ബേർഡ്സ് 450 അല്ലേ 50 ഇതാ ഞാൻ കോഴികളുടെ ഇടയിൽ ലവ് ബേർഡ്സിന് മറന്നു ഇതാ അടുത്ത പ്രാവ് വൈറ്റ് ഫുൾ വൈറ്റ് ഇത് എന്തല്ല അത് റേറ്റ് തന്നെ അതേ റേറ്റ് തന്നെ നേരത്തെ ഓസ്ട്രേലിയൻ വൈറ്റ് അതാണ് അതിൻ്റെ പേര് അപ്പോൾ വെളിച്ചം വന്നു കേട്ടോ ഇതിനാ ഈ ചേക്കോയി നമ്മൾ കാണിച്ചാണ് ഈ ചേക്കോയി ആള് ഉസാറാണ് കരിങ്കോയി ഇതിപ്പം നമ്മൾ കാണിച്ചില്ല ഈ കരിങ്കോയി ചേക്കോയ്ക്ക് 600 രൂപയാണ് വേണ്ടവർ ഞാൻ കൊടുക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ഇതാ നേരത്തെ ഞാൻ പറഞ്ഞ സംഭവം ഇതാ ഇവിടുന്ന് നേരെ കണക്ട് ചെയ്ത് ഈ ഡ്രമ്മിന് നേരെ എത്തി കണക്ട് ചെയ്യും അതിന് നേരെ എത്തിക്ക് വരും അപ്പോൾ നമ്മുടെ ലവ് ബേർഡ്സ് കൂട്ടന്മാർ വന്ന് കുടിക്കും കണ്ടോ പെയറാട്ടോ അതൊക്കെ പെയറാ ഇതാ ഇതിൽ വെള്ളമില്ല വെള്ളമുണ്ട് ഇതൊന്നുകൊണ്ട് ഇറക്കി വെച്ച് കൊടുക്കണേ പാവം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത് വലിയ കടയായ കാരണം കുറേ നേരം ഉണ്ടായിരുന്നു അപ്പോൾ പാർട്ട് 1ഉം 2 ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണേ അപ്പോൾ ഇത് പാർട്ട് 1 ആണ് ഇനി ഇതിന് ശേഷം നമ്മൾ പാർട്ട് 2 അപ്ലോഡ് ചെയ്യും